ചേച്ചി ഓ നല്ല വിശപ്പ്. എന്താ വേണ്ടേ? ചെറുപയറുണ്ട്, ശർക്കരയുണ്ട്. ഓ അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും. നമുക്ക് ചെറുപയർ വിളയിച്ചെടുക്കാം. ആ, നമുക്ക് ചെറുപയർ വിളയിച്ചെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെറുപയർ കുതിർത്താൻ വെക്കണം. അതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ച് ചെറുപയർ നല്ല വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ശർക്കര പാനി തയ്യാറാക്കി വെക്കണം. ഒരു 3-4 ഉണ്ട ശർക്കര ഇട്ട് ശർക്കര പാനി ഉണ്ടാക്കി വയ്ക്കുക. ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് ശർക്കര പാനിയും ചെറുപയറും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കര പാനി വറ്റുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാനായിട്ട് പാടില്ല. അധികം വെള്ളം ശർക്കര പാനിയിൽ പാടില്ല. നമുക്ക് ആ സമയം കൊണ്ട് നന്നായി വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ചിരകിയെടുക്കണം. തേങ്ങ ചിരകിയെടുക്കുന്നത് നമ്മുടെ തുമ്പിക്കുട്ടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നട്ടപ്പാതിരായ്ക്ക് ഈ അമ്മമാർക്ക് എന്താ ഇവിടെ പണിയെന്നാണ് തുമ്പിക്കുട്ടിയുടെ ചിന്ത. തുമ്പിക്കുട്ടി നമ്മളെ എങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ശർക്കര പാനിയും ചെറുപയറും നന്നായിട്ട് കുറുകി വന്നിരിക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങ എത്തണം. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചെറുപയർ വിളയിച്ചത് റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം.